കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് പൊതുവെ ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്നത്. അത് വെറുമൊരു വർത്തമാനമല്ല. ഇന്ന് വന്ന മലയാള പത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, വളവട്ടണത്ത് താമസിക്കുന്ന അവിടുത്തെ മരമില്ലുകളിൽ പണിയെടുക്കുന്ന 2 തൊഴിലാളികൾ, അവർ ഒറീസക്കാരാണ്. അവരുടെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി ഒറീസയിലാണ് അവർ താമസം. ആ ഒറീസയിൽ നിന്ന് കണ്ണൂരെ ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവന്നു എന്നുള്ള വാർത്തയാണ്. അവരുടെ വലിയ പ്രതീക്ഷ കേരളത്തിലെ ഈ ആശുപത്രികളിലും മറ്റും ലഭിക്കുന്ന വലിയ ചികിത്സാ സൗകര്യങ്ങൾ. അതുകൊണ്ടാണ് ഒറീസ പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് തങ്ങളുടെ അമ്മയെ നല്ല ചികിത്സ കിട്ടാൻ ഈ കേരളത്തിലേക്ക് അവർ കൊണ്ടുവന്നു. ഒറീസയുടെ അടുത്ത് ബോംബെ ഉണ്ട്, അതുപോലെ ഇന്ത്യയിലെ വലിയ നഗരങ്ങളുണ്ട്. പക്ഷെ അവർ കൊണ്ടുവന്നത് കേരളത്തിലേക്കാണ്, കണ്ണൂരെ ജില്ലാ ആശുപത്രിയിലേക്കാണ്. ഇവിടുത്തെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്കല്ല. ഇവിടുത്തെ ജില്ലാ ആശുപത്രികളിൽ, ഗവൺമെൻറ് ആശുപത്രികളിൽ ലഭിക്കുന്ന ചികിത്സയുടെ സൗകര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ SSLCയുടെയും +2വിൻ്റെയും പരീക്ഷാ റിസൾട്ടുകൾ വന്നു. ആ റിസൾട്ടുകൾ വന്നപ്പോൾ പല മാധ്യമങ്ങളിലെയും കൗതുക വാർത്ത എന്ന പോലെ വരുന്നത്, കേരളത്തിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ കേരളത്തിലെ മലയാളം മീഡിയം ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ച് ഫുൾ A+ ഉൾപ്പെടെ നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. അങ്ങനെ കേരളം മലയാളികളുടെ മാത്രം നാടല്ല. പണ്ട് മലയാളികളുടെ മാതൃഭൂമി കേരളം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന നിലയിൽ ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും ആശ്രയവും നൽകുന്ന നാടായിട്ട് കേരളം മാറിയിരിക്കുന്നു. മറ്റൊരു വാർത്ത നമ്മുടെ ജില്ലയെക്കുറിച്ചാണ് വന്നത്. അത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഉപ്പയും മകളും കാസർഗോഡ് വന്നു. ആ മകൾക്ക് മന്തിൻ്റെ സ്വഭാവത്തിലുള്ള വലിയ രോഗമാണ്. 20 വർഷത്തോളമായി ആ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു. പാകിസ്ഥാനിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാമുള്ള നിരവധി വലിയ ആശുപത്രികളിൽ തന്നെ അവർ ചികിത്സ തേടിപ്പോയി. പക്ഷെ അവർക്ക് അവസാനം ആ രോഗം ഭേദമായത് കാസർഗോഡ് വന്ന് കഴിഞ്ഞ മാസം ചികിത്സ നടത്തി. ഇങ്ങനെ ലോകത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഈ കാസർഗോഡും കേരളവുമെല്ലാം ശ്രദ്ധ നേടുന്ന വിധത്തിൽ മാറിയിരിക്കും. പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നത് മാലിന്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരു